മോർണിംഗ് ഗേസ്, എന്തൊക്കെയാണ് വിശേഷം? അപ്പം നീച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് അമ്മൂടെ ക്ലീനിങ്ങിലാട്ടാ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഞങ്ങളിന്ന് കല്യാണത്തിനൊക്കെ പോകാം. അപ്പോൾ നമ്മളിന്ന് ദിവസം തുടങ്ങുന്നുണ്ടായാലും ഞാൻ ആദ്യം മോനെ സ്കൂളിലാക്കി കൊടുക്കാച്ചിട്ടൊന്ന് നേരെ കല്യാണം ഉണ്ട് ചേച്ചീൻ്റെ വീട്ടിൽ. അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിൽ കല്യാണത്തിന് പോകണം എന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം മോനെ സ്കൂളിലാക്കിയിട്ട് വൈകുന്നേരത്തെ റിസപ്ഷൻ പാർട്ടി ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തേക്കാണ് പോകുന്നത് കേട്ടോ. നേരെ ഭയങ്കര ജൽസ ഓഡിറ്റോറിയത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കയറിയിട്ടുണ്ട്. അമ്മ, അച്ഛന്, അമ്മു, ചേച്ചി എല്ലാവരും ഉണ്ട്. ചേച്ചി തലേദിവസം വന്നാട്ടാ. ഞങ്ങളവിടെ എത്തിയ പേട്ടനും ചേച്ചിമാരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. വല്യമ്മയും എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെന്താ വെച്ചാൽ ചെക്കനും പെണ്ണൊക്കെ വരാൻ കുറച്ച് നേരം വൈകിട്ടാണ്. പിന്നെ മുഹൂർത്ത സമയത്ത് 11:30 അങ്ങനെ എന്തോന്ന് സമയമുള്ളത്. ആ സമയത്തിന് മുന്നേ ഞങ്ങളടുത്ത് അങ്ങനെ ആദ്യം അമ്മൂന് എന്താ വെച്ചാൽ ഇളനീൻ വേണം തന്നെ. അപ്പോൾ ഞാൻ നേരെ വേങ്ങര പോയപ്പോൾ അവിടെ ഒരു ഇളനീൻ്റെ ഷോപ്പുണ്ട് വേങ്ങര ടൗൺ എത്തുന്നതിന് മുന്നേ, അമ്മഞ്ചേരിക്കാവിൻ്റെ ഒക്കെ തൊട്ട് മുന്നായിട്ടിട്ട് അവിടെ പോയിട്ട് ഒരു കുപ്പി ഇളനീനും വാങ്ങിയിട്ട് ഒക്കെ കൊടുത്തിട്ടോ. അത് കഴിഞ്ഞിട്ടപ്പോൾ ചെക്കൻ വന്നതിന് ശേഷം ചെക്കൻ അതേമാതിരി മറ്റേ ഈ ഇതുണ്ടല്ലോ നമ്മളെ ഈ ചെണ്ടോട്ടൊക്കെ കൂടിയായിട്ട് ഇങ്ങനെ നാദസ്വരം കച്ചേരിയൊക്കെ കൂടിയായിട്ട് ഇങ്ങനെ ആനയിച്ച് കൊണ്ടുപോയി. അതേമാതിരി പെണ്ണും വന്ന് പെണ്ണിനെ ആനയിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്തൊക്കെ ഒരു കിരീടം എന്തൊക്കെ സാധനമൊക്കെ വെച്ചിങ്ങാണ്ട് നല്ല സെറ്റപ്പായിട്ടാണ് ഒരു കൊണ്ടുപോകണത്. ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണത്. അങ്ങനെ നമ്മളവിടെ എത്തി. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയം ചേച്ചിമാരും ഞങ്ങൾ ഒന്നിച്ചായിട്ടിരുന്നത് തൊട്ട് ഭക്ഷണം കഴിക്കാനും അമ്മുണ്ട്, ചേച്ചിമാരുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കായിരുന്നത്. അങ്ങനെ ആദ്യം വെള്ളം ഇലയിട്ടു, പിന്നെ വെള്ളം വന്നു, പിന്നെ കൂട്ടുകറികളൊക്കെ വന്നു, പിന്നെ സദ്യ എത്തി, എല്ലാ സാധനവും സാമ്പാറായിട്ടൊക്കെ എത്തിയിട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ ഇനി അവിടെ നിന്ന് ഇറങ്ങാട്ടെ. അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വെച്ചാൽ ഇനി ഓഡിറ്റോറിയത്തെ പരിപാടി കഴിഞ്ഞ് ഇനി വൈകുന്നേരം 4-3 മണിൻ്റെ ശേഷം റിസപ്ഷനായിട്ടാണ് ചേച്ചീൻ്റെ വീട്ടിലിട്ടോ. പറങ്കോച്ചിക്കലാണ് കോട്ടയ്ക്കൽ. അപ്പോൾ അങ്ങോട്ട് പോണ വഴിയിൽ നേരെ കൂരിയാട് എത്തിയപ്പോൾ ഉണ്ട് അവിടെ നിന്ന് ഉപ്പിലിട്ടവും കാര്യങ്ങളൊക്കെ അങ്ങ് ഇവിടെ കല്ലുമാക്കായ വെക്കുന്ന ആളെന്നുള്ള കേട്ടോ. ഒരുപാട് കാലമായിട്ട് ഞങ്ങളവിടെ കാണണം അയാളെ. എന്തായാലും അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയ ശേഷം വണ്ടി അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ മൊത്തം വീലൊക്കെ അയച്ച് റെഡിയാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അലൈൻമെൻറ്റൊക്കെ ചെയ്ത് വെന്നൂരിൽ നിന്നാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്ത് നേരെ ആദ്യമോനെ എടുക്കാൻ വേണ്ടി ഞാൻ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ആദ്യമോനെ എടുക്കാൻ വന്നിട്ടോ. ആദ്യമോനെ എടുത്തതിന് ശേഷം നമുക്ക് എന്താ വെച്ചാൽ ഇനി ആദ്യം കൂട്ടിയിട്ടാണ് വൈകുന്നേരം പോകാനുള്ളത് കേട്ടോ. ആദ്യമോ സ്കൂളിൽ പോയതായത് കാരണമാണ് മറ്റേത് സ്കൂൾ ഒഴിവാക്കണ്ടല്ലോ വെച്ചിട്ടേന് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഇടന്നിട്ട് അങ്ങനെ സ്കൂളിൽ വന്നതിന് ശേഷം ആദ്യമോൻ എന്ത് ചെയ്തു നമ്മൾ പരിപാടിക്ക് പോകാൻ വേണ്ടി ഓനും വേണ്ടി വാങ്ങിയ പുതിയ ബഗ്ഗി ഫാൻ്റെ കേട്ടോ. നല്ല ലൂസുള്ള ടൈപ്പ് ബഗ്ഗി ഫാൻ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ട്രെൻഡായിട്ട് യൂസ് ചെയ്യണം. നമുക്കൊന്നും അത് വലിയ ദഹിക്കുന്നില്ല കേട്ടോ. കുട്ടികൾക്ക് പറ്റുന്നില്ലതാണ്, നമുക്ക് അങ്ങനത്തെ ഒന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ അവിടെ എത്തിയിട്ടാണ് കല്യാണം എത്തിയപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേക ഇവൻറ്റിൻ്റെ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഓനെ വേണ്ടി ഒരു പരിപാടി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ഡെക്കറേഷനൊക്കെ നല്ല രസമായി സെറ്റപ്പ് ആയിട്ട് അടിപൊളിയായിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ ഗ്രേവിയും അങ്ങനത്തെ ഐറ്റംസാണ്. പിന്നെ പൂള വേണ്ടവർക്ക് പൂള ഉണ്ടായിരുന്നു, മീൻകറി വേണ്ടവർക്ക് മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ പോരുന്ന ബൈക്കിൽ ചേച്ചി ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ചേച്ചി നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേച്ചി മോനുവിൻ്റെ ഒപ്പം ബൈക്കിൻ്റെ ഒപ്പം കൂടെ തന്നെ ചേച്ചി പോയിട്ടാണ്. ഞാൻ കോട്ടയ്ക്ക് നിന്ന് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ 2 ഹെൽമെറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു കാറ് പോകേണ്ട ബൈക്ക് പോകേണ്ട കാറ് കയറിക്കൊന്നെ അങ്ങനെ കയറിയാട്ടോ നമ്മളെ കൂടെ. അങ്ങനെ നമ്മൾ കോഴിച്ചനെ തന്നിട്ട് ചേച്ചി ഇറങ്ങി അവിടേക്ക് പോയിട്ട് മോനിൻ്റെ ഒപ്പം പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ടമുള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഏതായാലും ഒരു കൊച്ചു വീഡിയോ ആണ്. ഓക്കെ, ബായ്.